വേനലിൽ ഭീകരരും മഴക്കാലത്ത് മാലാഖമാരുമായാണ് തങ്ങളെ പൊതുസമൂഹം കാണുന്നതെന്നും ഇതിന് ഒരു മാറ്റമുണ്ടാകണമെന്നും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരുടെ സംഘടന. ഇതിനായി വയനാട് ജില്ലയിൽ വലിയ സേവന പ്രവർത്തനങ്ങളാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം തങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. സുജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളും ഒപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഒരു സന്നദ്ധ പ്രവർത്തനം നടക്കുകയാണ്. ശുചീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കൺസ്ട്രക്ഷൻ രംഗത്ത് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുടെ സംഘടനയായിട്ടുള്ള അത്തരത്തിലൊരു സംഘടന അതാണ് ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. JCB ഓപ്പറേറ്റേഴ്സ് അടക്കമുള്ള ആളുകളുടെ സംഘടനയാണിത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരാറുള്ളൊരു സാഹചര്യം, ഈ JCB ഉപയോഗിക്കുന്ന അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ചൂരൽമല ദുരന്തം അതൊക്കെ തന്നെ മാറ്റി മറച്ചതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ഈ JCB അടക്കമുള്ള ഹിറ്റാച്ചി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരത്തിലൊരു സന്നദ്ധ പ്രവർത്തനം മാനന്തവാടി മെഡിക്കൽ കോളേജിലടക്കം നടക്കുന്നത്. ഇതിൻ്റെ ഭാരവാഹികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കും. എന്ത് സാഹചര്യത്തിലാണ് ഞങ്ങൾ ചൂരൽമല തന്നെയാണ് ഞങ്ങൾ ലീഡർഷിപ്പിലേക്ക് എത്തിക്കുന്നത്. അതിന് വൻ വിജയം ഞങ്ങൾക്ക് തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നതാണ്. വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി കോടതി വളപ്പ്, മാനന്തവാടി താലൂക്ക് ഓഫീസ്, RD ഓഫീസ്, പിന്നെ പോലീസ് സ്റ്റേഷൻ, പിന്നെ ഹോസ്പിറ്റൽ, മുഖ്യമായിട്ട് ഹോസ്പിറ്റൽ തന്നെ ഇങ്ങനെ വന്ന് ഞങ്ങൾ ഇറങ്ങുകയും പരിപാടികൾ മുന്നോട്ട് നടത്തുന്നുണ്ട്. കാരണം മഴക്കാല സമയത്ത് ഞങ്ങൾ പല ആൾക്കും മാലാഖമാരും, വേനൽക്കാലത്ത് ഞങ്ങൾ മൺമാഫിയയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇത് തികച്ചും ഞങ്ങൾക്ക് തന്നെ എല്ലാ ആൾക്കാർക്കും അറിയാം, ഇതൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ ഇനി എല്ലാ പൊതുവായ തലത്തിലോ ഇത് തന്നെയാണ് സംസാരം. വേനൽക്കാലം വരുമ്പോൾ ഞങ്ങളൊന്നുമല്ല, മഴക്കാലത്തെത്തുമ്പോൾ ഞങ്ങൾ ഭീകരത അന്തരീക്ഷം മാറ്റി ഞങ്ങൾ മാലാഖയായി മാറുകയാണ് എല്ലാവരുടെയിലും. അത് മാറ്റി ഞങ്ങൾക്കും നല്ലൊരു മനസ്സുണ്ട്, ഞങ്ങളും നല്ലൊരു റെസ്ക്യൂ അംഗങ്ങളാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടും ഭാവിയിലും എവിടെ വിളിച്ചാലും ഞങ്ങൾ ഓടിയെത്താൻ തയ്യാറാണ്. അതിനുള്ള ഉദാഹരണം ചൂരൽമല തന്നെയാണ്. ഓക്കെ, റൈറ്റ്, അതാണ്. പിന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിലും വലിയ വിമർശനം നിങ്ങൾക്കെതിരെയൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ആ സമയത്തൊക്കെ എന്താണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തോന്നാറുള്ളത്? ഞങ്ങൾ എവിടെ എന്ത് ചെയ്താലും ഞങ്ങളെ മോശക്കാരായിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്കത് മാറ്റിയെടുക്കണം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ 240 പേര് മാനന്തവാടി താലൂക്കിൽ മാത്രം ഞങ്ങളിപ്പോൾ റെസ്ക്യൂ ടീമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആവശ്യഘട്ടങ്ങളിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളിപ്പോൾ എല്ലാ സ്റ്റേഷൻ്റെ അകത്ത് താലൂക്കിൽ പിന്നെ SP ഓഫീസിലെല്ലാം ഞങ്ങളുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവർ ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവശ്യത്തിനും ഞങ്ങളെ വിളിക്കും. 24 hours ഞങ്ങൾ റെഡിയാണ്. എന്തായാലും ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു ദുഷ്പേര് അത് പൊതുസമൂഹത്തിനിടയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. ചൂരൽമല ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ്, വലിയ സന്നദ്ധ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ഈ JCB അടക്കം ഹിറ്റാച്ചി അടക്കം ഉപയോഗിക്കുന്ന ആ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ആ ഒരു പേര് മാറ്റിക്കിട്ടണം, ദുഷ്പേര് മാറണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്നദ്ധ രംഗത്തേക്ക് ഇവർ ഇറങ്ങാനുള്ള കാരണം. അതൊരു വലിയ ദൗത്യം തന്നെയാണ്. ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളിലും സർക്കാർ ഓഫീസുകളടക്കം ശുചീകരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇവരെത്താനുള്ള ഒരു സാഹചര്യം അതുതന്നെയാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.